ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് ടി വി. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിത് ചെയ്യാൻ പോണ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യലി ഫോർ നമ്മളുടെ ജെൻസിന് വേണ്ടിയിട്ടാണ്. ജെൻസ് അങ്ങനെ എന്താ പറയുക, മുഖം ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനൊന്നും ഇല്ല. വെയിലാണെങ്കിൽ വെയില്, മഴയാണെങ്കിൽ മഴ, അങ്ങനെ പോകത്തേ ഉള്ളൂ. അവരങ്ങനെ സ്കിന്നിന് അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. എന്നാൽ നമ്മൾ സ്കിന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ലേഡീസിനെ പോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ DIY ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ ഒത്തിരി എഫോർട്ടൊന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. പക്ഷെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് തലേദിവസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വൈഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാം, സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോണേ ബ്രദർ വീട്ടിൽ വന്നിട്ടുണ്ട്, ബ്രദറിനാണ് ചെയ്ത് കൊടുക്കാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും എത്രമാത്രം ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഇത് കിട്ടും എന്നുള്ളത്. മാത്രമല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പും കാണിക്കുന്നുണ്ട്. നിങ്ങൾ കളിയാക്കും ചെയ്യരുത്, ജെൻസ് മേക്കപ്പ് ചെയ്യാമോ അയ്യോ അങ്ങനെ വിചാരിക്കരുത്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലേ കിട്ടത്തുള്ളൂ. ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താന്ന് തോന്നുന്നില്ല. ആ രീതിയിലുള്ളൊരു മേക്കപ്പ് കൂടെ നമുക്ക് പരിചയപ്പെടാം. ഒരു ഇന്റർവ്യൂവിന് പോകണമെങ്കിലോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനൊക്കെ നമുക്കിത് ചെയ്യാം. സാധാരണ ജെൻസ് ചെയ്യാന്ന് വെച്ചാൽ കല്യാണത്തിന് മാത്രമാണ് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യണത്, അല്ലെങ്കിൽ പൗഡർ പോലും ഇടാത്ത ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്തായാലും സ്ഥിരമൊക്കെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈലിലൊക്കെ പോകാനായിട്ട് പറ്റും. മാത്രമല്ല ഒരു ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു DIY മെത്തേഡും അതുപോലെ തന്നെ നമുക്കൊരു മേക്കപ്പും സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പും പരിചയപ്പെടാം. നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡറാണ്. ഇതിനകത്തൊരു 1-2 സ്പൂണോളം കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂൺ ഷുഗർ, ഒരു അരമുറി നാരങ്ങ, പിന്നെ വൈറ്റമിൻ E ക്യാപ്സൂള്, പിന്നെ ഹണി 1-1.5 സ്പൂണോളം. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നാരങ്ങ നീര് അരമുറിയും കൂടി പിഴിഞ്ഞിട്ട് യോജിപ്പിക്കണം. എക്സ്ട്രാ ഡ്രൈ ആണ് സ്കിൻ എന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണ് പാലും റോസ് വാട്ടറും കൂടെ ചേർക്കാം. ഇപ്പം നമുക്ക് ഹണി ഇട്ട് മിക്സ് ആയില്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളമോ ആണെങ്കിലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. കുഴമ്പ് രൂപത്തിലാവും, കൂടുതൽ വെള്ളം പോലെ ആവരുത്, ഒലിച്ചിറങ്ങും. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പഴയ എന്തെങ്കിലും ഡ്രസ്സുകൾ നമ്മൾ ഇടാനായിട്ടും ശ്രദ്ധിക്കുക, നമ്മൾ ഡ്രസ്സിലൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഫേസ് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓയിലൊന്നും ഉണ്ടാവരുത്, അതുകൊണ്ട് ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഫേസിലും കഴുത്തിലും നമുക്ക് കയ്യിലൊക്കെ നമുക്കിതിടാം. അതിനുശേഷം 20 മുതൽ 25 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വാഷ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ര നന്നായിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആകും, അടിപൊളിയായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ചെയ്യാം. ഒരു ഇൻ്റർവ്യൂവിന് പോകാനാണെന്നുണ്ടെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഓഫീസ് പോകാനാണെങ്കിലും ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന ബോറോളിനാണ്. ആദ്യം ലിപ്സിൻ്റെ ഡ്രൈനെസ് മാറാനായിട്ട് നമുക്ക് ഇടാം. അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം ഫേസിലാകെ. പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീം യൂസ് ചെയ്യാം. അതിനുശേഷം ലാക്മേയുടെ 9 to 5 ഫൗണ്ടേഷനാണ് ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ എടുത്തറിയില്ല. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഒരു ബ്ലെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനുശേഷം ലാക്മേയുടെ തന്നെ 9 to 5 കോമ്പാക്റ്റാണ് യൂസ് ചെയ്യണത്. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് നല്ലൊരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും. എക്സ്ട്രാ എന്തായാലും എങ്ങനെ എടുത്ത് നമുക്ക് അറിയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നാച്ചുറൽ ലുക്ക് തന്നെ. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഇതിനൊരു ഗാറ്റ്സ്ബൈയുടെ സ്റ്റൈലിംഗ് പോമേഡാണ് യൂസ് ചെയ്യണത്. വളരെ നല്ലതാണ്. നമ്മളുടെ മുടിയൊന്നും ഇങ്ങനെ കൊഴിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. വളരെ കുറച്ചെടുത്താൽ മതി. നന്നായിട്ട് ഹെയർ അടിപൊളിയായിട്ട് നല്ല ബ്ലാക്ക് കളറിൽ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. ഒരു സ്മൂത്ത് സ്മെല്ലും ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ഹെയർ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല ഫ്രഷ് ലുക്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ ഇരിക്കാം, നന്നായിട്ടുണ്ടാവും. അപ്പോൾ ജെൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്തു കണ്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. വളരെ സിമ്പിൾ ലുക്ക്, വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഒരുപാട് മേക്കപ്പ് ഒന്നും തോന്നുന്നില്ല. നല്ല ഹെയർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ DIY ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. അങ്ങനെ എടുത്തറിയത്തൊന്നുമില്ല. നമ്മൾ വേറൊരു പൗഡർ ഇട്ടെന്ന ഒരു ഫീൽ പോലും തോന്നില്ല. അപ്പൊ ജെൻസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് കമന്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ കമന്റ് ചെയ്യാനായിട്ട് ആൾക്കാരെന്ന് വിചാരിക്കൊന്നും വേണ്ട, ജെൻസ് ഇഷ്ടംമാതിരി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്ന് കെയർ ചെയ്യണം. ഇപ്പം ഭാര്യമാരാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനും അതുപോലെ തന്നെ പെങ്ങന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവരാണെന്ന് ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണോ? അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. നിനക്ക് ഇഷ്ടമായോ? അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. നേരത്തെ അറിഞ്ഞത് ഞാൻ നേരത്തെ വന്നേനെ ഇവിടെ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും
ബൈ.